ഇവിടെ ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് അല്പസമയം ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ? ഇവിടെ താമസിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇവിടെയുള്ള പലർക്കും അവരുടെ ജ്യേഷ്ഠന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാം മരിച്ചുപോയി. അവരൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. ആ ദുഃഖത്തിലാണ്. അതുപോലെ തന്നെ അവർക്ക് വീടും പറമ്പും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരു കാര്യം നമ്മൾ നോക്കുന്നത്, ഇവിടെ ധാരാളം ആളുകൾ വന്ന് ഇവർക്ക് സഹായം ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ഭക്ഷണം, പാർപ്പിടം, അതുപോലെ ഷെൽട്ടർ. ഇവിടെ ഇപ്പോൾ സെൻറ്റ് ജോസഫ്സ് ഞങ്ങളുടെ സ്കൂൾ കൊടുത്തിട്ടുണ്ട്, ഓഡിറ്റോറിയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇനിയുള്ള പ്രശ്നം ഇവരുടെ പുനരധിവാസമാണ്, റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഈ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ അതുപോലെ ഡിസ്ട്രിക്റ്റ് അധികാരികളുടെയൊക്കെ ഒരു കടമയാണ്. അവരോടൊപ്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ കോഴിക്കോട് രൂപത അതുപോലെ മറ്റു രൂപതകളൊക്കെ റെഡിയാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളത്, റിപ്പോർട്ടറിൻ്റെ ചെയർമാൻ ശ്രീമാൻ റോജി ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞങ്ങളെ സഹായിക്കും. അങ്ങനെ ഒരുമിച്ച് നിന്ന് ഇവർക്ക് വേണ്ടി പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഭാവിയിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏത് രീതിയിലുള്ളൊരു സഹകരണമാണ് സാർ? ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് പിതാവ് പറഞ്ഞത്. കോഴിക്കോട് രൂപതയും റിപ്പോർട്ടർ ചാനലും കൂടിയിട്ട് പുനരധിവാസത്തിന് അർഹതപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സ്കൂട്ടിന് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ സ്ഥലം കോഴിക്കോട് രൂപതയുടെ ഭാഗത്ത് നിന്ന് സഹായിക്കാൻ പിതാവ് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ വേണ്ട സഹായങ്ങളെല്ലാം റിപ്പോർട്ടർ ടി വി കൂടി ചേർന്ന് സഹായിച്ച് ഭാവിയിൽ മുന്നോട്ട് വേണ്ട എല്ലാ സഹായങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകും. റിപ്പോർട്ടർ ടി വി അതിന് അഭിമാനം കൊള്ളും. പിതാവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ പുനരധിവാസമാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യം. അതിൽ റിപ്പോർട്ടർ ടി വിയും ഇപ്പോൾ കോഴിക്കോട് രൂപതയുമായി ചേർന്ന് ഒരു പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്.